എല്ലാവർക്കും क्लासिലേക്ക് स्वागतम। पिछले 7 पार्ट में हमने पहला इकाई में 2 चैप्टर पढ़ा। शाह अकबर को कौन सिखाएगा और ज्ञान मार्ग। इस 2 पाठ भाग में एक ही विषय में चर्चा करता है, ज्ञान। ज्ञान हम सबके भलाई के लिए होते हैं। ज्ञान से दूसरों को भलाई करना चाहिए। हमारे ज्ञान से दूसरों को नुकसान होते तो वह ज्ञान नहीं, वह अज्ञान। इस इकाई में हमने पढ़ा था ज्ञान से हम सबको भलाई के लिए होते हैं। ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ചാപ്റ്റർ, അതായത് ഷാ അക്ബർ കോ കോൻ സിഖായേഗ എന്നുള്ള പറഞ്ഞ ചാപ്റ്ററും ജ്ഞാൻ മാർഗ് എന്ന് പറഞ്ഞ ഏകാംഗിയും, അതിലൂടെ നമ്മൾ പഠിക്കുന്നത് അറിവിന്റെ ഏറ്റവും മഹത്തായിട്ടുള്ള ഗുണങ്ങളെ കുറിച്ചിട്ടാണ്. അറിവൊരിക്കലും മറ്റുള്ളവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അറിവായി മാറാൻ പാടില്ല. മറ്റുള്ളവർക്ക് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന അറിവിലൂടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മുടെ അറിവ് കൊണ്ട് മറ്റുള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവണം. നമുക്ക് മാത്രം ഉണ്ടായാൽ പോരാ, മറ്റുള്ളവർക്കും നേട്ടങ്ങൾ ഉണ്ടാവണം എന്നാണ് ഈ 2 പാഠഭാഗങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ അറിവ് പഠിച്ചെടുക്കാനുള്ള ശ്രമം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം തുടരുന്നത്. ചെറുപ്പം മുതൽ മരണം വരെ, നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ അറിവ് നേടാനുള്ള ആ പക്വത ഉണ്ടായിരിക്കണം. ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാക്കിയെടുക്കണം. എപ്പോഴും അറിവ്, നല്ല നല്ല അറിവുകൾ നേടിയെടുക്കാനുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, ഇതാണ് 1ാമത്തെ യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ 2ാമത്തെ യൂണിറ്റിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ 2ാമത്തെ യൂണിറ്റിൽ നമുക്ക് കാണാം ഒരു ചിത്രം കണ്ടു. ഇക്കായിധോ, ഒരു കുട്ടി ചിറകൊക്കെ വെച്ചിട്ട് അങ്ങനെ പറന്ന് നടക്കുന്ന, മേഘങ്ങൾക്കിടയിലൂടെ പറന്ന് നടക്കുന്ന ഒരു ചിത്രം. അതിന് താഴെ 4 ലൈനും കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കാം. സപ്നെ വേ സച്ച് നഹീ ഹോത്തെ ജോ സോത്തെ വക്ത് ദേഖേ ജാത്തെ ഹൈ. സപ്നെ വേ സച്ച് ഹോത്തെ ഹൈ ജിൻകെ ലിയെ ആപ് സോന ചോട് ദേത്തെ. സപ്ന എന്ന് പറഞ്ഞാൽ ഡ്രീം, സ്വപ്നം. ഇവിടെ സപ്നെ വേ സച്ച് നഹീ ഹോത്തെ, സ്വപ്നത്തിൽ എന്തില്ല, സത്യമില്ല. സപ്നെ വേ സച്ച് നഹീ ഹോത്തെ, സ്വപ്നത്തിൽ ഒരിക്കലും എന്തില്ല, സത്യമില്ല. ജോ സോത്തെ വക്ത് ദേഖേ ജാത്തെ, എങ്ങനെ നമ്മൾ അഗാധമായ നിദ്രയിലായിരിക്കുന്ന സമയത്ത്, ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ പല സ്വപ്നങ്ങളും കാണും. ആ സ്വപ്നങ്ങൾക്കൊന്നും എന്തില്ല, സച്ച് നഹീ ഹോത്തെ, അതിൽ സത്യമില്ല. പല പല സ്വപ്നങ്ങൾ കാണും, നമ്മൾ പല രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണും, അതിലൊന്നും സത്യമില്ല. പക്ഷെ സപ്നെ വേ സച്ച് ഹോത്തെ ഹേ, എന്നാൽ സ്വപ്നത്തിൽ സത്യമുണ്ട്. ഓക്കെ, സ്വപ്നത്തിൽ, വീണ്ടും പറയാണ്, സ്വപ്നത്തിൽ സത്യം ഉണ്ട്. ജിൻകെ ലിയെ ആപ് സോന ചോട് ദേത്തെ, ആ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ ഉറക്കം പോലും ഉപേക്ഷിക്കുമ്പോൾ ആ സ്വപ്നത്തിന് എന്തുണ്ട്, സത്യമുണ്ട്. അതായത് നമുക്ക് സ്വപ്നം കാണാം, പല ഇന്നതാവണം, അങ്ങനെ ആവണം, ഇങ്ങനെയൊക്കെ നേടണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ കാണാം. കണ്ടാൽ മാത്രം പോരാ, അത് നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിക്കുകയും വേണം. ഹം സപ്ന ദേഖേ ഹൈ, വോ സപ്ന പാനെ കെ ലിയെ ഹം കഠിൻ മെഹനത് കർനാ ഹൈ. ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കഠിനമായി പരിശ്രമിക്കുമ്പോൾ വഹ് സപ്ന കോ സച്ച് ഹോത്തെ, ആ സ്വപ്നത്തിന് എന്തുണ്ട്, സത്യമുണ്ട് എന്ന് ലേഖകൻ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ താഴെ ദൃശ്യ और पंक्तियों क्या बताते, ഈ ദൃശ്യവും ഈ വരികളും എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മൾ ഹം സദാ സമയ सपना देखा है और उस सपना पाने के लिए हम जीवन में, जिंदगी में कठिन मेहनत करना चाहिए. നമ്മളെപ്പോഴും സ്വപ്നങ്ങൾ കാണണം. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ ജീവിതത്തിൽ നിരന്തരമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ സുമിത്ര നന്ദൻ പന്ത് എന്ന് പറഞ്ഞ കവിയുടെ സുഖ് ദുഃഖ് എന്ന് പറഞ്ഞ കവിതയാണ് ഈ യൂണിറ്റിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. സുമിത്ര നന്ദൻ പന്ത്. അപ്പോൾ ഈ കവിതയിലെ ആദ്യത്തെ 12 വരികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ അതെല്ലാവരും നന്നായിട്ട് വായിക്കുക, കവിത നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് അതിലെ മീനിങ്സ് ഒക്കെ താഴേക്ക് നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കണം. അപ്പോൾ ഓക്കെ, കവിതയിലെ ആദ്യത്തെ വരികളിലേക്ക്. ഇവിടെ സുഖ് ദുഃഖ്. എന്താണ് സുഖ് ദുഃഖ്? നമുക്കറിയാം, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സുഖവും ദുഃഖവും, അല്ലേ? ആ സുഖവും ദുഃഖങ്ങളും ഹമാരെ ജീവൻ മേ സുഖ ദുഃഖ കാ സംഗം ഹേ. നമ്മുടെ ജീവൻ എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖങ്ങളുടെ ഒരു കൂടിച്ചേരലാണ്. और हमेशा हम दुख में जीना नहीं रहता और हमेशा सुख में जीना नहीं रहता. നമ്മളെപ്പോഴും സുഖത്തിലാവുകയില്ല, അതേസമയം എപ്പോഴും ദുഃഖത്തിലാവുകയില്ല. ആ ഒരു സംഭവമാണ് ഇവിടെ, അവസ്ഥയാണ് കവി ഇവിടെ ഈ കവിതയിലൂടെ നമ്മളോട് പറയുന്നത്. നോക്കാം.
सुख दुख सुमित्रा नंदन पंत। मैं नहीं चाहता चिर सुख, मैं नहीं चाहता चिर दुख, सुख दुख की खेल मिछौनी, खेलो जीवन अपना मुख। सुख दुख के मधुर मिलन से यह जीवन हो परिपूर्ण, फिर घन में ओछल हो शशि, फिर शशि से ओछल हो घन। जग पीड़ित आदि दुख से, जग पीड़ित आदि सुख से, मानव जग में बंट जावे, സുഖ് ദുഃഖ് സുഖ് സെ ഔ സുഖ് ദുഃഖ് സെ. ഓക്കെ, ഇതുവരെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പൊ നോക്കൂ, മേ നഹി ചാഹ്ത ചിർ സുഖ്, മേ നഹി ചാഹ്ത ചിർ ദുഃഖ്. ചാഹ്ത, ചാഹിന എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക എന്നാണ്. മേ നഹി ചാഹ്ത, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ചിർ സുഖ്, സ്ഥിരമായിട്ടുള്ള, ചിർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള, ഞാൻ ഒരിക്കലും സ്ഥിരമായിട്ടുള്ള സുഖം എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഫസ്റ്റ് വരിന്റെ അർത്ഥം. മേ നഹി ചാഹ്ത ചിർ ദുഃഖ്. അപ്പൊ എന്താണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നത്? മേ നഹി ചാഹ്ത, ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ചിർ ദുഃഖ്, സ്ഥിരമായിട്ടുള്ള ദുഃഖവും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. സുഖ് ദുഃഖ് കി ഖേൽ മിഛൗനി, ഖേലോ ജീവൻ അപ്ന മുഖ്. സുഖദുഃഖങ്ങളുടെ ഒരു കണ്ണുപൊത്തിക്കളിയാണ്. ഖേൽ മിച്ചൗനി എന്ന് പറഞ്ഞാൽ കണ്ണുപൊത്തിക്കളി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഖേലോ ജീവൻ അപ്ന മുഖ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നത് പോലെയാണ്. കണ്ണടക്കുന്ന സമയത്ത് ഇരുട്ട് ദുഃഖത്തെയും, കണ്ണ് തുറക്കുമ്പോൾ വെളിച്ചം സുഖത്തെയും സൂചിപ്പിക്കുക. ഓക്കെ. നമ്മുടെ ജീവിതത്തിൽ കണ്ണടച്ച് തുറക്കുന്നത് പോലെ സുഖവും ദുഃഖവും മാറി മാറി വരും. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. അതായത് ആദ്യത്തെ 2 ലൈൻസിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും സ്ഥിരമായിട്ടുള്ള സുഖം പ്രതീക്ഷിക്കരുത്, സ്ഥിരമായിട്ടുള്ള ദുഃഖവും പേടിക്കരുത്. ഇത് രണ്ടിന്റെയും ഇടയിൽ വരുന്ന സുഖ ദുഃഖമാണ്, കണ്ണടച്ച് തുറക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ജീവിതത്തിൽ നമുക്കുണ്ടാവുക. ഒരു കണ്ണുപൊത്തിക്കളിയാണ്. സുഖം ഇടയ്ക്ക് വരുന്നു, അതിനുശേഷം ഒരു ദുഃഖം വരുന്നു. ഇപ്പൊ നമുക്കൊരു ആദ്യം ഒരു കയറ്റം ഉണ്ടാവുന്നു, പിന്നെ ഒരു ഇറക്കം ഉണ്ടാകുന്നു. ഒരു പർവ്വതം ഉണ്ടാകുന്നു, അതിനൊരു താഴ്വര ഉണ്ടാവും, അല്ലേ? ഒരു ഭൂമി ഉണ്ടെങ്കിൽ അതിന് ആകാശവും ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഇവിടെ സുഖങ്ങൾക്ക് ശേഷം തീർച്ചയായിട്ടും ദുഃഖം കടന്നു വരും. ആ ദുഃഖത്തിന് ശേഷം തീർച്ചയായിട്ടും എന്തുണ്ട്? മുന്നിലൊരു സുഖവും കടന്നു വരും. അതാണ് ആദ്യത്തെ 4 വരിയിൽ പറഞ്ഞത്. ഒന്നും കൂടി നോക്കാം. മേ നഹി ചാഹ്ത ചിർ സുഖ്, മേ നഹി ചാഹ്ത ചിർ ദുഃഖ്, സുഖ് ദുഃഖ് കി ഖേൽ മിഛൗനി, ഖേലോ ജീവൻ അപ്ന മുഖ്. സുഖദുഃഖങ്ങളുടെ, അതായത് ഞാൻ ഒരിക്കലും സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള സുഖം ആഗ്രഹിക്കുന്നില്ല, ഞാൻ ഒരിക്കലും സ്ഥായിയായിട്ടുള്ള ദുഃഖവും ആഗ്രഹിക്കുന്നില്ല. സുഖ് ദുഃഖ് കി ഖേൽ മിഛൗനി, നമ്മുടെ കണ്ണ് പൊത്തി കളിക്കുന്നത് പോലെയാണ്. ഖേലോ ജീവൻ അപ്ന മുഖ്, നമുക്ക് ജീവിതത്തിന്റെ അവസ്ഥ, ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം ഇതാണ്. അതായത് സുഖവും ദുഃഖവും കൂടിക്കലർന്നതാണ് യഥാർത്ഥ ജീവിതം എന്ന് ഓർമ്മപ്പെടുത്തലാണ് ഈ 4 വരി. ഓക്കെ. ഇനി ഈ 4 വരിയിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് ബാക്കിയുള്ള എല്ലാ വരികളിലും ആവർത്തിച്ചു വരുന്നത്. ചില വാക്കുകൾ മാത്രം മാറുന്നു എന്ന് മാത്രം. ഓക്കെ. അപ്പൊ ഇനി അടുത്ത് നോക്കൂ. സുഖ് ദുഃഖ് കെ മധുർ മിലൻ സെ യഹ് ജീവൻ ഹോ പരിപൂരൻ. सुख दुख के मधुर मिलन से यह जीवन हो परिपूरन, फिर घन में ओछल हो शशि, फिर शशि से ओछल हो घन. ഇവിടെ നോക്കൂ. സുഖ് ദുഃഖ് കെ മധുർ മിലൻ സെ, സുഖദുഃഖങ്ങളുടെ മധുരമായിട്ടുള്ള കൂടിച്ചേരലാണ്. സുഖദുഃഖങ്ങൾ മധുരമായി കൂടിച്ചേരുമ്പോഴാണ് യഹ് ജീവൻ ഹോ പരിപൂരൻ, ഈ ജീവിതം പരിപൂർണമാകുന്നത്. നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത് എപ്പോൾ മാത്രമാണ്? സുഖവും ദുഃഖവും പരസ്പരം കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത്. ഫിർ ഘൻ മേ ഓച്ചൽ ഹോ ശശി. ഇവിടെ നോക്ക്. ഘൻ എന്ന് പറഞ്ഞാൽ മേഘം, ബാദൽ. ശശി എന്ന് പറഞ്ഞാൽ ചാന്ദ്, ചന്ദ്രൻ. അതായത് ഫിർ ഘൻ ഓച്ചൽ ഹോ ശശി, മേഘങ്ങൾ എങ്ങനെയാണ് ചന്ദ്രന്റെ ഉള്ളിൽ അകപ്പെട്ടു പോകുന്നത്, അതുപോലെ ഫിർ ശശി സെ ഓച്ചൽ ഹോ ഘൻ, ചന്ദ്രൻ എങ്ങനെയാണ് മേഘത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. അതുപോലെ ചില സമയത്ത് അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, കബി ബാദൽ ചാന്ദ് കോ ചിപ്പാത്തായേ, കബി ചാന്ദ് ബാദൽ കോ ചിപ്പാത്തായേ. ചില സമയം മേഘങ്ങൾ ചന്ദ്രനെ മറക്കും, ചില സമയം ചന്ദ്രൻ മേഘത്തെയും മറക്കും. മേഘത്തിന്റെ പുറത്തു നിന്ന് വെളിയിലേക്ക് വരുമ്പോൾ മേഘത്തെ കാണൂല, അപ്പൊ ചന്ദ്രനെ മാത്രമേ കാണുള്ളൂ.
അതേപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ മാറി മാറി വരിക. ഓക്കെ, ഘൻ എന്ന് പറഞ്ഞാൽ പിന്നെ മേഘം, ഓച്ചൽ എന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷമാവുക, ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. ഓക്കെ, അപ്പോ മേഘങ്ങൾ ചന്ദ്രനെ അപ്രത്യക്ഷമാക്കുന്നത് പോലെ, ചന്ദ്രൻ മേഘങ്ങളെയും അപ്രത്യക്ഷമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ മാറി മാറി വരും എന്ന് കവി നമ്മളോട് പറയാണ്. ഓക്കെ, അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയല്ലേ ഇവിടെ ആദ്യത്തെ ലൈൻസിൽ പറഞ്ഞ അതേ ആശയം തന്നെയാണ്, പക്ഷെ വാക്കുകൾ മാറുന്നു എന്ന് മാത്രം. ഒന്നും കൂടി, സുഖ ദുഃഖക്കെ മധുർ മിലൻ സേ യഹ് ജീവൻ ഓ പരിപൂരൻ. സുഖദുഃഖങ്ങളുടെ മധുരമായ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതം പരിപൂർണമാകുന്നത് എന്നർത്ഥം. ഫിർ ഘൻ മേ ഓച്ചൽ ഹോ ശശി, ഫിർ ശശി സെ ഓച്ചൽ ഹോ ഘൻ. ഈ വാക്കുകൾ ശ്രദ്ധിക്കണം. മേഘം എന്നുള്ളതിന് നമ്മൾ സാധാരണ മേഘ് എന്ന് പറയും, ബാദൽ എന്ന് പറയും. അതുപോലെ ചന്ദ്രൻ എന്നുള്ളതിന് ചാന്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ശശി എന്നാണ് ചന്ദ്രന് കൊടുത്തിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം. സമാനാർത്ഥി ശബ്ദം എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ മേഘങ്ങൾ, അപ്പൊ നമുക്ക് അതിനെ ഒന്നും കൂടി നന്നാക്കി ഇങ്ങനെ പറയാം. കബി ചാന്ത് ബാദൽ കോ ചിപ്പത്തെ. ചില സമയത്ത് ചന്ദ്രൻ മേഘങ്ങളെ ഒളിപ്പിക്കും. അപ്പം മേഘങ്ങളെ കാണില്ല, ചന്ദ്രനെ മാത്രമേ കാണുള്ളൂ. കബി ബാദൽ ചാന്ത് കോ ചിപ്പത്തെ. ചില സമയത്ത് മേഘങ്ങൾ ചന്ദ്രനെ ഒളിപ്പിക്കും. ചന്ദ്രൻ മേഘങ്ങൾ ചന്ദ്രന്റെ മുകളിൽ വന്നാൽ പിന്നെ മേഘം മാത്രമേ കാണൂ. അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് വരുന്നത്? സുഖദുഃഖങ്ങൾ മാറി മാറിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 8 വരി നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി പിന്നെ ഒരു 4 വരിയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. നന്നായിട്ട് വായിക്കണം. ഇനി ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ, ജഗ് പീഡിത് രേ അതി സുഖ് സേ, മാനവ് ജഗ് മേ ബണ്ട് ജാവേ ദുഃഖ് സുഖ് സേ ഔ സുഖ് ദുഃഖ് സേ. എന്താ പറയുക? ജഗ് എന്ന് പറഞ്ഞാൽ ലോകം, ദുനിയ. പീഡിത് ദുഃഖിതർ, പീഡിത പിന്നെ ദുഃഖിതർ എന്നാണ് അർത്ഥം. ജഗ് പീഡിത് ഹേ അതി ദുഃഖ് സേ. ലോകം അതിദുഃഖം കാരണം പ്രയാസപ്പെടരുത്. അധികം ദുഃഖം കാരണം ലോകം ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല. ജഗ് പീഡിത് രേ അതിസുഖ് സേ. ലോകം അതിസുഖം കാരണവും ദുഃഖിക്കാൻ പാടില്ല. ഒരുപാട് വെറും സുഖം മാത്രം കൊണ്ട് ലോകത്ത് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ വെറും ദുഃഖവും കാരണം ജനങ്ങൾ പീഡിതരാവാൻ പാടില്ല. മാനവ് ജഗ് മേ ബണ്ട് ചാവേ. മനുഷ്യൻ ഈ ലോകത്ത് ബണ്ട് ചാവേ എന്ന് പറഞ്ഞാൽ വിഭജിച്ച് കൊടുക്കുകയാണ്. മനുഷ്യന് ഈ ലോകത്ത് വിഭജിച്ച് കൊടുക്കുകയാണ്. എന്താണ് വിഭജിച്ച് കൊടുക്കുന്നത്? ദുഃഖ് സുഖസേ. ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കും, ആ സുഖ ദുഃഖസേ, സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കും മാറി മാറി മറിയുന്ന ഒരു വിഭജനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഓക്കെ, ഒരിക്കലും ലോകം ഫുള്ളായിട്ട് പിന്നെ എല്ലാ സമയത്തും ദുഃഖത്തിൽ അകപ്പെട്ട് പ്രയാസപ്പെടുന്നില്ല. അതേപോലെ ലോകം ഒരിക്കലും എല്ലാ സമയത്തും സുഖത്തിലും അകപ്പെട്ട് പ്രയാസപ്പെടുന്നില്ല. ഈ സുഖത്തിലും എന്ന് പറയുമ്പോൾ സുഖം എല്ലാ സമയത്തും സുഖം എന്നുള്ളത് ഒരു പ്രയാസം തന്നെയാണ്, അല്ലേ? അതുപോലെ എല്ലാ സമയത്തും ദുഃഖം എന്നുള്ളതും പ്രയാസമാണ്. അതുകൊണ്ട് പിന്നെ ഈ ലോകത്തെ വിഭജിച്ചതാണ് എങ്ങനെ? ദുഃഖ് സുഖസേ ഔർ സുഖ് ദുഃഖസേ. ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കും, സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കും മാറി മാറി വിഭജിച്ച് കൊടുത്തതാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ നോക്കൂ, ലാസ്റ്റ് വരി നോക്കൂ. ദുഃഖ് സുഖസേ, നമ്മൾ വല്ലാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് സുഖസേ, നമുക്ക് എന്ത് വരും? സുഖം കിട്ടും, സന്തോഷം കിട്ടും. ഔർ സുഖ്, അപ്പൊ ആ സുഖത്തിൽ ആനന്ദിച്ച് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഔർ ദുഃഖ് സേ, നമുക്കൊരു ദുഃഖം വന്നു ചേരും. അപ്പോഴാണ് നമ്മൾ ജീവിതത്തെ കുറിച്ച് പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ദുഃഖമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജീവിതത്തെ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. എൻ്റെ ജീവിതത്തിൽ ദുഃഖം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്കിനി ജീവിക്കേണ്ട എന്ന് പറയും. സുഖത്തിൽ ആനന്ദിക്കുന്നവൻ എന്താ ചെയ്യുക? സുഖം കൊണ്ട് അവൻ അതിൻ്റെ നന്മകളൊക്കെ മറന്ന് അവൻ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കും. ഓക്കെ, അത് രണ്ടും ഒരിക്കലും ലോകത്തിന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലോകത്തിന് വിഭജിച്ച് കൊടുത്തതാണ്. മാനവ് ജഗുവേ, മനുഷ്യന് ലോകത്ത് വിഭജിച്ച് കൊടുത്തതാണ് സുഖവും ദുഃഖവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ പറയുന്നത് പീഡിത് ദുഃഖിതർ, ജഗ് എന്ന് പറഞ്ഞാൽ ലോകം, പിന്നെ ബണ്ട് ജാവേ എന്ന് പറഞ്ഞാൽ വിഭജിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ വർക്ക് എന്ന് പറഞ്ഞത് പിന്നെ ഇതിൽ വരുന്ന വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് പിന്നെ ഈ കവിത എടുത്തതിന് ശേഷം മാത്രമേ അത് മുഴുവനായിട്ട് എടുത്തതിന് ശേഷം മാത്രമാണ് അത് ചെയ്യാൻ പറ്റുക. അപ്പൊ നിങ്ങൾ ഈ കവിതയിലെ ആദ്യത്തെ 4 വരി, ഫസ്റ്റ് 4 വരിന്റെ ആശയം എന്താ നിങ്ങൾ എഴുതണം. അതിവിടെ ചോദ്യമായിട്ട് തന്നിട്ടുണ്ട്. സുഖ് ദുഃഖ് കി ഗേൽ മിച്ചൗനി ഗേലോ ഗേലെ ജീവൻ അപ്പന മുഖ ഇൻ പങ്ക്തിയും കാ ആശയ ക്യാ ഹൈ.
സുഖദുഃഖങ്ങളുടെ കണ്ണുപൊത്തിക്കളിയാണ് നമ്മുടെ ജീവിതം. ഈ വരികളുടെ ആശയം എന്താണെന്ന് മാത്രം നിങ്ങൾ എഴുതുക. എഴുതുമ്പോൾ പിന്നെ ഈ കവിത എന്ന് പറഞ്ഞിട്ട് കവിതയുടെ പേര്, അത് എഴുതിയ ആളെ പേര്, എന്നിട്ടാണ് ഈ വരിയുടെ ആശയം എഴുതിക്കേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കൂടുതൽ വാട്സപ്പിൽ സംശയങ്ങൾ ചോദിക്കാം, അപ്പം കൂടുതൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് മാത്രമാണ് ചെയ്യേണ്ടത്, ഒറ്റ വർക്കുള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാം. ഓക്കെ.